നമസ്കാരം. രണ്ട് വീഡിയോ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അയച്ചു. അദ്ദേഹം സിവിൽ സർവീസിലുള്ള ആളാണ്. ഏത് സർവീസാണ്, ആരാണ് എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒന്ന് വീഡിയോയും ഒരു വാർത്തയും. എനിക്കത് ഒന്ന് ശോഭാ സുരേന്ദ്രൻ്റെ വാർത്തയിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നതാണ് കാര്യം. പ്രവർത്തനത്തിന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്നു. പിന്നെയോ എല്ലാം പെൺവേട്ടക്കാരല്ലേ കൂടെയുള്ളത്. സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ മകളെ പീഡിപ്പിച്ചുവെന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു മനുഷ്യനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ അല്ലെ. ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്നു. തിരുവനന്തപുരത്ത് ഉപദേശിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ കണ്ണൂരിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നത് ഉപദേശിയായിട്ട്? അത് പെൺവേട്ടക്കാരനാണ് എന്ന് തെളിഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പോഴോ മിസ്റ്റർ ജയതിലകൻ എത്ര പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു, ആ പരാതികളെല്ലാം അട്ടിമറിച്ചു കൊടുത്തില്ലേ? അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, മിസ്റ്റർ ശിവശങ്കരൻ. എന്തായിരുന്നു? സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ? അപ്പോ സ്ത്രീ പീഡകന്മാരുടെ പെൺവേട്ടക്കാരുടെ നടുവിലിരുന്നു കൊണ്ട് കേരളത്തിലെ പെൺകുട്ടികളുടെ മാനം തകർക്കാൻ പരിശ്രമിക്കുകയും നട്ടല്ലില്ലാത്ത പ്രതിപക്ഷത്തിന്റെ നല്ല നടപ്പില്ലാത്തത് കൊണ്ട്. എന്താ നല്ല നടപ്പ്? ഇവിടെ ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആർജവം കാണിക്കേണ്ട പല പോയിന്റുകളിലും അവർ ആഭ്യന്തര വകുപ്പിന് പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായ സഹായം ചെയ്തു കൊടുക്കുകയാണ്. അതാണ് അടൂർ പ്രകാശിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാണത്. ബിജെപിയുടെ വലിയ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. പിന്നെ ഒരു വാർത്ത. രണ്ടും എനിക്ക് അത്ഭുതം തോന്നിയില്ല. ഞാൻ അത്ഭുതപ്പെടട്ടെ എന്ന് വിചാരിച്ചായിരിക്കും എനിക്ക് അയച്ചത്. എനിക്ക് അത്ഭുതം തോന്നാത്തത് അതിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. വ്യക്തിപരമായി തന്നെ ഞാനും കൂടി വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായും കുറച്ചു കാലം അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ അഭിനയിച്ച ഒരുപാട് കഥാപാത്രങ്ങളെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഈ കഥയിൽ അഭിനയിച്ച നായകനോടൊപ്പം അഭിനയിച്ച വിവിധ റോളുകളിൽ, ചിലപ്പോൾ നേരിട്ടായിരിക്കില്ല, ചിലപ്പോൾ മറ്റ് റോൾ. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ ക്യാബിനറ്റ് കൂടുന്ന ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഇടതുവശത്തിരിക്കുന്ന ഒരു ആളിനെയാണ്. വലതുവശത്തല്ല, ഇടതുവശത്തിരിക്കുന്നത്. മിക്കവാറും ഇടതുവശം തന്നെയാണ്. ഇനി വലതുവശത്ത് ഇരിക്കുന്ന സമയമുണ്ടോ എന്നറിയില്ല. അത് ക്യാബിനറ്റിൻ്റെ മീറ്റിങ്ങിൻ്റെ സ്വഭാവം അനുസരിച്ച്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജയതിലക് എന്നാണ്. അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആക്ഷേപം അദ്ദേഹം ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് മുഖ്യമന്ത്രി ഓഫീസിൽ അടയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സ്ത്രീലംബടൻ ആണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. എൻ്റെ ഭാഷയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രക്കാരോട് പറഞ്ഞു, സ്ത്രീലംബടന്മാരെ കൊണ്ട് എനിക്ക് ഇടത്തും വലത്തും തിരിയാൻ പറ്റുന്നില്ല. അപ്പോൾ ക്യാബിനറ്റിൽ ഒരു സ്ത്രീലംബടൻ ഉണ്ട് എന്ന് പറയാതെ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് ഇടത്തോട്ട് തിരിയാൻ പറ്റുന്നില്ല. കാരണം ഓരോ മന്ത്രിമാരും ഏത് ഫയലിനെ കുറിച്ച് പറഞ്ഞാലും അവർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കേണ്ടത് ഈ ചീഫ് സെക്രട്ടറിയുടെ മുഖത്താണ്. അത് മുഖ്യമന്ത്രിക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം ഈ സ്ത്രീലംബടനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഇത് കയറി വരും. ഇവൻ സ്ത്രീലംബടൻ, ഇവൻ്റെ പരാതിയല്ലേ എൻ്റെ ഇരിക്കുന്നത്, ഇവൻ കൊള്ളൂല എന്ന് മനസ്സ് വരുമ്പോൾ മുഖ്യമന്ത്രി സത്യസന്ധനും സ്ത്രീകളോട് ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു പിതാവ് തുല്യമായിട്ട് നിൽക്കുന്ന, അദ്ദേഹം അങ്ങനെ വേറെ പരാതിയൊന്നുമുള്ള ഒരാളല്ല. സ്ത്രീകളുടെ വിഷയം മീൻസ് നല്ല കൃത്യമായി ഈ അമ്മയുടെ ആൾക്കാരും പിന്നെ കളക്റ്റീവ്നെസ് ഒക്കെ പോയി കാണുമ്പോൾ വളരെ കൃത്യമായി സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന, വനിതാ മതിൽ കൊണ്ടുവന്നിട്ടുള്ള, ശബരിമല സ്ത്രീകളെ കയറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ നീതിക്കും തുല്യതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിക്ക് വലിയ മാനസിക സംഘർഷമാണ്. അതുകൊണ്ടാണ് ക്യാബിനറ്റ് യോഗം ചേരുമ്പോൾ ഇദ്ദേഹം വലതുവശത്തിരിക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു പോവുകയും PM ശ്രീ ശിവൻകുട്ടി എന്തെങ്കിലും പറയാം, അപ്പോൾ PM ശ്രീ ഒപ്പിടാം. അപ്പോൾ രാജൻ മന്ത്രി എന്തോ ചോദിച്ചാൽ എന്ത് രാജ ഇവിടെ നോക്കുമ്പോൾ ഇയാളിരിക്കുന്നത്. ഇങ്ങോട്ട് ഇദ്ദേഹത്തിന് നോക്കാതിരിക്കാനും പറ്റത്തില്ല. ഏത് മന്ത്രി ഏത് ഫയൽ പറഞ്ഞാലും ഈ ഇടതുവശത്തിരിക്കുന്ന സ്ത്രീലംബടനെ നോക്കാതിരിക്കാനും പറ്റത്തില്ല. എൻ്റെ അഭിപ്രായമേ അല്ല സ്ത്രീലംബടനെന്ന് ശോഭാ സുരേന്ദ്രൻ്റെയും മറ്റ് ചാനലുകളുടെയും മറ്റ് പത്രങ്ങളുടെയും ഒക്കെ വന്ന വാർത്തയാണ് ഞാനീ പറയുന്നത്. മാത്രമല്ല സെക്രട്ടേറിയറ്റിൽ പരാതി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സ്ത്രീലംബടന്മാരെ കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുകയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇടതുവശത്തിരിക്കുന്ന സ്ത്രീലംബടനെ എന്ത് ചെയ്യും എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ഈ സ്ത്രീലംബടനായിട്ടുള്ള ലംബടനെന്ന് നാട്ടുകാർ പറയുന്ന, ചാനലുകളൊക്കെ പറയുന്ന ഈ സ്ത്രീലംബടൻ്റെ പിന്നെ ചെയ്തികളെക്കുറിച്ച് ചില കഥകളുണ്ട്. ഒന്ന്, ഈ ഡോക്ടർ ജയതിലകിൻ്റെ ഭാര്യയും സെക്രട്ടേറിയറ്റിലെ ജോലി ചെയ്യുന്നൊരു വളരെ സീനിയറായിട്ടുള്ള വനിതയാണ്.
അവർ വളരെ ജെന്റിൽ വിമണാണ്. എന്നാൽ ഇദ്ദേഹം ജെന്റിൽമാൻ അല്ല. അവർ വളരെ ജെന്റിൽ വിമണാണ്. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും പലപ്പോഴും പല ചർച്ചകളും ഇദ്ദേഹത്തിനെ കൊണ്ട് ശല്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചർച്ചകൾ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളങ്ങളിലുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വനിതയെ തള്ളിപ്പറയാനോ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിൽ കടക്കാനോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ ഭാഗം അങ്ങനെ നിർത്തുന്നു. എന്നാൽ ഈ ഡോക്ടർ ജയതിലക് ഇരുന്ന ഓഫീസുകളിലൊക്കെ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ തുടർച്ചയായി ചില സ്ത്രീകളെ CA ആയിട്ടും PA ആയിട്ടും കൂടെയും ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോയതായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വലിയ ആക്ഷേപം ഉണ്ട്. അതായത് റൂറൽ ഡെവലപ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ കൊണ്ടുപോകും, അവിടെ നിന്ന് പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ നേരിട്ട് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു വിങ്ങിൽ കൊണ്ടുവന്നാൽ മതിയല്ലോ. ഇപ്പോൾ പ്ലാനിങ്ങിലേക്കാണെങ്കിൽ ഒരുപാട് സെൻറ്ററുകളുണ്ട്. ലാൻഡ് യൂസ് ബോർഡ് ഉണ്ട്, റിമോട്ട് സെൻസിങ് സെൻറ്റർ ഉണ്ട്, പശ്ചിമാട്ട് സെല്ലുണ്ടായിരുന്നു. പ്ലാനിങ്ങിന് പിന്നെ പ്ലാനിങ് ബോർഡ് തന്നെയുണ്ട്, ഒരുപാട് സംവിധാനം. ഇപ്പം ആസൂത്രണ ബോർഡ്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അവിടെ കൊണ്ടുപോയി എന്നല്ല, ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഈ സ്ത്രീകൾ അദ്ദേഹത്തിനെ സഹായിക്കുന്ന സ്ത്രീകളെ കൊണ്ടുവരും. ഈ വരുന്ന സ്ത്രീകളെല്ലാം അദ്ദേഹത്തിനോടൊപ്പം പിന്നെ എന്താണ് പറയുക, ലൈംഗിക ആവശ്യങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിച്ചു എന്നൊരു ആക്ഷേപം എനിക്കില്ല. അതേസമയം ചില സ്ത്രീകൾ, ഞാൻ സ്ത്രീകളുടെ പേരൊന്നും പറയുന്നില്ല, എനിക്കറിയാം ചില സ്ത്രീകൾ ഇതിന് തടയിട്ട് നിൽക്കും, അതായത് ഇതിന് സഹായം നിൽക്കും അതിൻ്റെ അകത്ത്. കാരണം നമ്മൾ അമ്മായി എന്ന പേര് പറയുന്നത് കളിയാക്കി പറയാറുണ്ട്. അമ്മായിയുടെ റോൾ എടുക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അവർ ഒരു കാരണവശാലും അവർ ആരോടും അവർ കിടക്ക പങ്കുവയ്ക്കുകയോ ലൈംഗിക ആവശ്യങ്ങൾക്ക് പോവുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു കാര്യമൊന്നും ചെയ്യാറില്ല. അവർക്ക് ഇഷ്ടമുള്ളവരായിട്ട് ചെയ്യുക, അത് വേറെ കാര്യം. അല്ലാതെ ഇങ്ങനെ വ്യാപകമായിട്ട് ലൈംഗിക ചോദനയായിട്ട് നടക്കുന്നവരൊന്നുമല്ല. അവർ ഡീസൻ്റായിട്ട് ജോലി ചെയ്യുന്ന, നല്ല ഉയർന്ന പദവിയിലിരിക്കുന്ന, ചിലപ്പോൾ കുടുംബിനിയായിരിക്കാം, ഉയർന്ന പദവിയിലുള്ളവരായിരിക്കാം. അവർക്കൊരിക്കലും ലൈംഗികമായ കാര്യങ്ങൾക്കൊടൊന്നും അങ്ങനെ താല്പര്യം കാണത്തില്ല. അവർക്ക് ഭർത്താവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉള്ളവരായിട്ട് മാത്രമേ കാണൂ, അല്ലാതെ വ്യാപകമായിട്ട് കണക്ഷൻ. പക്ഷേ അവർ ഇങ്ങനെ താല്പര്യമുള്ള ഓഫീസർമാരെയും താല്പര്യമുള്ള നേതാക്കളെയും തിരഞ്ഞുപിടിച്ച് അവർക്ക് പെൺകുട്ടികളെയും സ്ത്രീകളെയും എത്തിച്ചു കൊടുക്കും. അത് ട്രാപ്പ് ചെയ്തു എത്തിച്ചു കൊടുക്കും, നേരിട്ട് എത്തിച്ചു കൊടുക്കും. ഇതിന് പണത്തിന് വേണ്ടിയും പ്രശസ്തിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും ട്രാൻസ്ഫറിന് വേണ്ടിയും പ്രമോഷന് വേണ്ടിയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് എന്നാണ് സെക്രട്ടേറിയറ്റിലും പുറത്തുമൊക്കെ പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ. നമുക്കൊരു തെളിവും നേരിട്ടില്ല. കാരണം ഇത് ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൗസുകളിലും വീടുകളിലും നടക്കുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് അതൊക്കെ ക്യാമറ വെച്ച് തെളിയിച്ചുകൊണ്ട് വരുന്നത്? നമുക്ക് ആ പണിയുമില്ല, അല്ലെങ്കിൽ സ്വകാര്യമായ ഒരു പണിയുമില്ല. പക്ഷെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് പ്രലോഭിപ്പിച്ചും പണം കൊടുത്തുമൊക്കെ കൊണ്ടുപോകുന്ന സഹായിക്കുന്ന സ്ത്രീകളെ അമ്മായി എന്നും കൂടെ വിളിക്കാറുണ്ട്. അച്ഛൻ്റെ സഹോദരി അമ്മായി എന്നാണ് വിളിക്കുന്നത്. എനിക്കും അച്ഛനുണ്ട്, അച്ഛൻ്റെ സഹോദരിയുണ്ട്, മാമി അമ്മായി എന്നൊക്കെ വിളിക്കും. പിന്നെ കല്യാണം കഴിച്ചു വരുന്ന മകൻ്റെ ഭാര്യയുടെ അമ്മ, അതുപോലെ തിരിച്ചും വരും. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിന് ഭാര്യയുടെ അമ്മ ഒക്കെ അമ്മായിയാണ്. അതുകൊണ്ട് അമ്മായി എന്ന പദത്തെ ഞാൻ ദുർപ്രയോഗം ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു രസമുണ്ട്. എന്തായാലും ഡോക്ടർ ജയതിലകനെ കുറിച്ച് വലിയ തോതിലാണ് സ്ത്രീകൾക്ക് ശല്യമുള്ളതായി, അല്ലാതെ നമ്മൾ ഒരു കണക്കും ചോദിക്കുന്നില്ല. ഇവിടെ എത്രയോ ആളുകൾ സ്ത്രീകളുമായി ബന്ധമുള്ളവരുണ്ട്. അത് സ്ത്രീകളുടെ ഇഷ്ടപ്രകാരം, സ്ത്രീകളുടെയും പുരുഷന്റെ ഇഷ്ടപ്രകാരം, എത്ര പേരുമായിട്ടോ എന്തായിട്ടോ അതിലൊന്നും നമുക്കൊരു വിഷയമല്ല. അത് ചർച്ച ചെയ്യുന്ന സംവിധാനവുമില്ല. അതെല്ലാം അവരുടെ സ്വകാര്യമായ ജീവിതവും സ്വകാര്യമായ ഇഷ്ടാനിഷ്ടങ്ങളും സ്വകാര്യമായ കാര്യങ്ങളാണ്. എന്നാൽ സ്ത്രീകൾ പരാതി കൊടുത്തിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് കൂടുമ്പോൾ ഇടതുവശത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് സ്ത്രീലമ്പടനാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം സ്ത്രീകൾക്ക് ശല്യമുണ്ടാക്കുന്നവനാണെന്ന് പറഞ്ഞ് ഒരു കേസ് 1-2 ആളുകൾ സെക്രട്ടേറിയറ്റിൽ പരാതി തന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് എന്ന് പറയുന്നു. അങ്ങ് ഈ പറയുന്നതിൽ എന്തെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് ആരെയും രക്ഷിക്കുന്ന ആളല്ല. അങ്ങ് ശിവശങ്കറിനെ പോലും രക്ഷിച്ചിട്ടില്ല. അങ്ങയെ ആരെയായാലും കൈവിടുന്ന ആളാണ്. അത്രയ്ക്ക് നീതിബോധമുള്ള ആളാണ്. അങ്ങ് വലിയവനാണ്. ആ വലിയ നീതിബോധമായ കാരണഭൂതനായിട്ടുള്ള, ഇരട്ടച്ചങ്കനായിട്ടുള്ള, ക്യാപ്റ്റനായിട്ടുള്ള, കപ്പിത്താനായിട്ടുള്ള വലിയ മനുഷ്യനാണ് അങ്ങ്. ആ വലിയ മനുഷ്യത്വം ഒന്ന് പ്രവർത്തിക്കട്ടെ. ഈ സ്ത്രീലമ്പടൻ എനിക്ക് നേരിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം വന്നിരുന്നു. അവിടെ ഒന്നും അദ്ദേഹം ഒരു ശല്യവും ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, പോയി കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം ഇങ്ങനെ ഒരു വിഷയത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇടതുവശത്തും ചിലപ്പോൾ വലതുവശത്തും ഇരിക്കുന്ന, ഇടത്തും വലത്തുമുള്ള ക്യാബിനറ്റിലെ ആ സ്ത്രീലമ്പടനെ എതിരെ കിട്ടിയിരിക്കുന്ന പരാതികൾ
പരിശോധിക്കണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ക്യാബിനറ്റ് കൂടുമ്പോൾ ഫയലുകൾ തെറ്റിപ്പോകാതിരിക്കാൻ, മുഖ്യമന്ത്രിക്ക് ആത്മസംഘർഷം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്ത് വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കട്ടെ.